യെസ്, അപ്പം നമ്മളുടെ CBSE ക്ലാസ് 10 റീവാലുവേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലെ മുതലാണ്, അത് 27th മുതലാണ് നമ്മളുടെ വിൻഡോ ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഈ ഒരു വിൻഡോയിലാണ് നിങ്ങൾ റീവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, വാട്ട് ആർ ദ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് എന്നാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോവുക, CBSE റീവാലുവേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആദ്യം കാണുന്ന വെബ്സൈറ്റ്, അതായത് CBSE ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും, ഡയറക്റ്റ് ആ ലിങ്കിൽ കയറിയാൽ മതി. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മൾ പോകുന്ന ഈ ഒരു വിൻഡോ ആണ് നമ്മൾ CBSEക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്ന വിൻഡോ. അപ്പോൾ ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. എന്തായിരുന്നു, ആദ്യം ആൻസർ ബുക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം, അതിനുശേഷമാണ് നമ്മൾ വെരിഫിക്കേഷനും അതേപോലെ തന്നെ റീവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ആൻസർ ബുക്കാണ്. സോ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ അപ്ലൈ ഫോർ ആൻസർ ബുക്ക് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ക്ലാസ് 10 ആൻസർ ബുക്ക് എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് റോൾ നമ്പർ, ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെയൊക്കെ ശരിക്കും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഐ ഡോണ്ട് നോ പാട്. അതായത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റോൾ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂൾ നമ്പർ 5 ഡിജിറ്റ് സ്കൂൾ നമ്പർ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അത് പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 9999 എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ സെൻഡർ നമ്പർ അതും അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും, അതും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അഡ്മിറ്റ് കാർഡ് ID അതും അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും, അതും ഇവിടെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വിൻഡോ വരും. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മദേഴ്സ് നെയിം ഒക്കെ കാണിക്കും, അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം അവിടെ നിങ്ങളുടെ ഓരോ സബ്ജക്ട്സിൻ്റെയും ലിസ്റ്റ് ഉണ്ടാവും. ഏത് സബ്ജക്ട്സിൻ്റെ ആൻസർ കോപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു സബ്ജക്ട്സിന് നമുക്ക് വരുന്നത് 500 rupees ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ എത്ര ആൻസർ ബുക്കാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതായത് നിങ്ങൾക്ക് സയൻസിൻ്റെത് വേണം, സോഷ്യലിൻ്റെ വേണം, മാത്സിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ 3 നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നിങ്ങളൊരു 1500 പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ ബുക്കാണോ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി വേണ്ടത്, ആ ആൻസർ ബുക്കൊക്കെ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കംപ്ലീറ്റ് അവിടെ ലിസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഓക്കെ, ആ ആപ്ലിക്കേഷൻ നമ്പറും കൊണ്ട് നിങ്ങൾ പോകേണ്ടത് നേരെ നമ്മൾ നേരത്തെ പോയിട്ടുള്ള നമ്മളുടെ വിൻഡോയിലാണ്. ഏത്, ആദ്യത്തെ ഹോം വിൻഡോയിലേക്ക് പോവുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫീ പേയ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ പോകേണ്ടത് ഫീ പേയ്മെൻറ്റിലേക്കാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക, പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് എന്തായിട്ടുണ്ടാവും, ആ വിൻഡോയിലേക്ക് പോകും. നിങ്ങൾ ആ ഫീയും കാര്യങ്ങളൊക്കെ എത്രയാണോ നിങ്ങളുടെ എമൗണ്ട്, 3 ആൻസർ ബുക്ക് ആണെങ്കിൽ 1500 കൊടുക്കുക. ഫീ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നമ്മളുടെ ഹോം പേജിൽ പോവുക. വീണ്ടും ഇവിടെ ചെക്ക് ഫീ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഈ ചെക്ക് ഫീ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ അവിടെ റെമിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ ഫീ CBSEയുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ബുക്ക് കിട്ടില്ല. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ റെമിറ്റ് ആയിട്ടുണ്ടോ, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. സോ ഫീ ഒക്കെ റെമിറ്റ് ആയി എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ പോകേണ്ടത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആൻസർ ബുക്ക് എന്നുള്ള ഓപ്ഷനിലേക്കാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, നിങ്ങളുടെ ആൻസർ ബുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആൻസർ ബുക്ക് ഫോട്ടോ കോപ്പി ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ കയ്യിൽ നേരത്തെ കിട്ടിയില്ലേ, ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുക, അഡ്മിറ്റ് കാർഡ് ID കൊടുക്കുക, പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പർ വരും. അപ്പോൾ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്ത ഉടനെ ഒന്നും ഇവിടെ ആൻസർ പേപ്പർ കാണാൻ പറ്റില്ല. ബിക്കോസ് CBSE പറയുന്നത് ഇത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അതായത് ആദ്യം വരുന്ന ആൾക്ക് ആദ്യം കൊടുക്കും. നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പറും ലേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ പോയിട്ട് നോക്കേണ്ടത്, നിങ്ങളുടെ ആൻസർ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ ഇവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറേ ദിവസം അങ്ങോട്ടേക്ക് വെക്കാണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിക്കാതെ, ഐ തിങ്ക് ജൂൺ 3 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. 1 വീക്കാണ്, June 2nd or June 3rd അതാണ് ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ അത്രയും ദിവസത്തേക്ക് നിൽക്കാണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങളുടെ ആൻസർ പേപ്പർ കിട്ടാൻ വേണ്ടി ലേറ്റ് ആവും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ആൻസർ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് പ്രൊസീജിയർ. ഇപ്പോൾ ആൻസർ ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ കംപ്ലീറ്റ് മാർക്സ് ഒന്ന് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പം ഫ്രണ്ട് പേജിലേക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആൻസേഴ്സിൻ്റെ മാർക്സ് എന്ത് ചെയ്യും, ഫ്രണ്ട് പേജിൽ ആഡ് ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക.
നോക്കുക, കംപ്ലീറ്റ് മാർക്സും ആഡ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ആഡിങ് മിസ്റ്റേക്സ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുക. അതായത് ഏതെങ്കിലും മാർക്ക് മിസ്സായി പോയിട്ടുണ്ടോ, ടീച്ചർ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യാത്തതുണ്ടോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കുറഞ്ഞു പോയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ വേണ്ടിയിട്ടും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പിന്നെ ഓക്കെയാണ്, നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി കിട്ടിയതിന് ശേഷം നിങ്ങളിവിടെ അപ്ലൈ ഫോർ വെരിഫിക്കേഷൻ എന്ന ടാബിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റിവാലുവേഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ആ ഒരു അപ്ലൈ ഫോർ വെരിഫിക്കേഷനിലേക്കാണ് പോകേണ്ടത്. പക്ഷെ അത് ചെയ്യുന്നതിന് മുന്നേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസം സമയം ഉണ്ടാവും, അതിനുശേഷമാണ് എന്ത് ചെയ്യുക, ഈ ഒരു വിൻഡോ ഓപ്പൺ ആവുക കേട്ടോ. അപ്പോൾ അത് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് തരാം, അതും കൂടെ അപ്ഡേറ്റ് ചെയ്ത് തരാം. സോ ആദ്യം നമുക്ക് ആൻസർ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ചാടിപ്പോയിട്ട് എന്ത് ചെയ്യരുത്, റീവാലുവേഷൻ, അതായത് എനിക്ക് കിട്ടിയ മാർക്ക് കുറവാണ് എന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കാൻ നിൽക്കരുത്. കാരണം സ്റ്റേറ്റ് പോലെയല്ല, CBSE കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ, നമുക്ക് കുറവ് മാർക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ ആൻസർ ബുക്ക് നിങ്ങൾ തന്നെ ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മാർക്സിൽ എന്തെങ്കിലും ആഡിങ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാം, ആ മാർക്സ് നിങ്ങൾക്ക് ആഡ് ആയിട്ട് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്കിപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ടീച്ചർ അതിലൊരു 3 മാർക്സ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് അതൊരു 4.5 മാർക്സ് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ 5 മാർക്സ് തന്നെ കിട്ടേണ്ടതാണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ടീച്ചർ എടുത്ത്, അതായത് ഈ ഒരു സബ്ജക്ട്സിൻ്റെ ടീച്ചർ എടുത്തിട്ട് നിങ്ങളുടെ ഈ ആൻസർ ബുക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് ഒരു അഭിപ്രായം ചോദിക്കണം. കാരണം ഇൻ കേസ് നിങ്ങൾ ഈ ആൻസർ പേപ്പർ കൊണ്ടുപോയിട്ട് റിവാലുവേഷന് കൊടുത്തു, അത് നോക്കുന്ന ഒരാൾക്ക് തോന്നുകയാണ് ഇതിന് 3 മാർക്കിൻ്റെ ആവശ്യമില്ല, ആകെ 2 മാർക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ 1 മാർക്കും കൂടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കേണ്ടത്, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ഒരു ടീച്ചറെ കൊണ്ട് വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ChatGPT ചോദിച്ചു നോക്കാം, അങ്ങനെ വാട്ട് എവർ യു ക്യാൻ ഡു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്തതിന് മാത്രം റിവാലുവേഷൻ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കേണ്ടത്, ആ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ട് അത് മാത്രം എന്ത് ചെയ്യുക, റിവാലുവേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, സോ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, മാർക്സ് നമ്മളുടേത് മൊത്തത്തിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വെറുതെ എന്ത് ചെയ്യരുത്, റിവാലുവേഷൻ ഒരു രസമാക്കി കണ്ടിട്ട് എന്ത് ചെയ്യരുത്, അതിന് വേണ്ടി കൊടുക്കരുത്. അത് കംപ്ലീറ്റ് വെരിഫൈ ചെയ്തതിന് മാത്രം എന്ത് ചെയ്യാവോ, നമ്മൾ റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവോ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ഇത് പോരാ, എനിക്ക് കുറച്ചും കൂടെ മാർക്സ് കിട്ടുമെന്ന് തോന്നുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ആദ്യം പോയിട്ട് ആൻസർ ബുക്കിൻ്റെ ഫോട്ടോ കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ആൻസർ ബുക്ക് വാങ്ങിക്കുക. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ആഡ് മിസ്റ്റേക്സ് ഉണ്ടാകും, എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മളുടെ മാർക്സ് മിസ്സായി പോയിട്ടുണ്ടാകും. അപ്പോൾ ഇനി അത് നിങ്ങൾക്ക് മാർക്കിംഗ് സ്കീം അറിയുന്നു, അതായത് ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓരോ പോയിന്റ്സിന് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പുകൾക്കൊക്കെ മാർക്സ് ഉണ്ടാകും. അപ്പോൾ ആ മാർക്കിംഗ് സ്കീം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് ഗൂഗിളിൽ എന്ത് ചെയ്താൽ മതി, CBSE മാർക്കിംഗ് സ്കീം 2025 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ CBSEയുടെ വെബ്സൈറ്റിൻ്റെ മാർക്കിംഗ് സ്കീമിലേക്കുള്ള സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്കിംഗ് സ്കീം സ്ട്രക്ചർ കാര്യങ്ങൾ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ CBSE ക്വസ്റ്റ്യൻ പേപ്പർ 2025 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ CBSEയുടെ വെബ്സൈറ്റിലാണ് ഇതൊക്കെ ഉള്ളത് കേട്ടോ. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. CBSE മാർക്കിംഗ് സ്കീം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ക്ലാസ് 12 ആണ് കേട്ടോ. ലെറ്റ്സ് ഗോ ഫോർ 10. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ കണ്ടോ, CBSEയുടെ വെബ്സൈറ്റിലേക്ക് തന്നെയായിരിക്കും നിങ്ങളെ കൊണ്ടുപോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കിംഗ് സ്കീം ഫോർ എക്സാമിനേഷൻ 2025. അതിൽ ക്ലാസ് 10 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ സബ്ജക്ട്സിൻ്റെയും മാർക്കിംഗ് സ്കീം ഇവിടെ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മാർക്സ് അവരിട്ടത് കറക്റ്റ് ആണോ, നിങ്ങൾ ആ പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന് മാർക്ക് കിട്ടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അത് വെരിഫിക്കേഷനും റിവാലുവേഷനും വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, റിവാലുവേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാവൂ. വെറുതെ എന്ത് ചെയ്യരുത്, ഒരു രസത്തിന് വേണ്ടിയിട്ട് മാർക്ക് കൂടുമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കരുത്, ചിലപ്പോൾ നമ്മളുടെ മാർക്ക് കുറയാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് കുറവ് മാർക്കാണ് കിട്ടുന്നതെങ്കിൽ റിവാലുവേഷന് ശേഷം എത്രയാണോ നിങ്ങളുടെ മാർക്ക് വരുന്നത് അതാണ് നിങ്ങളുടെ ഫൈനൽ മാർക്ക്, അല്ലാണ്ട് ബെറ്റർ മാർക്സ് എടുക്കില്ല. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. ഫോട്ടോ കോപ്പി കിട്ടിയതിന് ശേഷം ബാക്കി തീരുമാനം നിങ്ങൾ എടുക്കാവൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട് അറിയാത്തതെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൾസോ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച്. ടാറ്റാ.